സാമൂഹിക ജീവിതവും ഐശ്വര്യ സമർത്ഥമാക്കുന്നതിന് വേണ്ടി ചിട്ടയായ ജീവിതം നയിക്കണമെന്ന് ശിവഗിരി മഠത്തിന്റെ പേരിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 6:30 മണി വരെ അരമണിക്കൂർ നേരം എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകണം. 6:15 ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവവതാരം. 6 മണി മുതൽ 6:30 മണി വരെയുള്ള അരമണിക്കൂർ നേരം നിങ്ങൾ ഗുരുമന്ദിരത്തിലോ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലോ വീട്ടിലോ എവിടെയായാലും അല്ലെങ്കിൽ യാത്രയാണെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ വെച്ചാണെങ്കിലും 6 തൊട്ട് 6:30 മണി വരെ പ്രാർത്ഥനയിൽ ഗുരുദേവ പ്രാർത്ഥനയിൽ മുഴുകണം. അത് നമ്മുടെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും നിദാനമായി തീരുന്ന സംഭവമാണ്. അതുപോലെ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ കഴിവതും അനുസരിക്കാൻ ചിന്തിക്കണം. മത്സ്യമാംസങ്ങൾ കഴിക്കരുത്, ശവക്കരയാണെന്ന് ഗുരുദേവന്റെ കൽപ്പനയാണ്. കഴിവതും മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാകണം. മദ്യമുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്നുള്ള ആ സന്ദേശം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കൾ മാത്രമല്ല സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികളടക്കമുള്ളവരെ എല്ലാം ശ്രദ്ധിക്കണം. മദ്യത്തിന്റെ പിടിയിൽ നാം അകപ്പെട്ടു പോകരുത്. അപ്പൊ നമ്മുടെ ജീവിതം ഐശ്വര്യ സമർത്ഥമാകുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യോപദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. സന്ധ്യാമുപാസിത, സന്ധ്യയിൽ പ്രാർത്ഥന ചെയ്യണം. മാസം തോറും ചതയം വ്രതമായി അനുഷ്ഠിക്കുന്നുണ്ട്. ചതയം വ്രതമായി അനുഷ്ഠിക്കാൻ എല്ലാ മാസവും ചതയവ്രത അനുഷ്ഠാനം ശിവഗിരിയിൽ വിശേഷമായിട്ടുണ്ട്. എല്ലാവരും ശിവഗിരിയിൽ വന്ന് ചതയവ്രത അനുഷ്ഠാനത്തിൽ പങ്കാളികളാകണം. പ്രചരണ സഭയിലോ ഗുരുമന്ദിരത്തിലോ ക്ഷേത്രത്തിലോ വെച്ച് കുമാരനാശാന്റെ 100ാമത് വിയോഗ ദിനം ജനുവരി 16 എല്ലാവരും ആചരിച്ചിരിക്കണം, കൊണ്ടാടണം. അതുപോലെ ചട്ടമ്പി സ്വാമിയുടെ സമാധിയാണ് മെയ് മാസത്തെ. ഗുരുദേവന്റെ ആത്മസുഹൃത്തായിരുന്നു. സാധിക്കുന്ന ആളുകൾ അത് നടത്തുന്നതോട് യാതൊരു വിരോധവുമില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് 2024 ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യമായ ഒരു വർഷം പോലെ കണക്കാക്കിക്കൊണ്ട് ആചരണ പരിപാടികളും അനുഷ്ഠേയമായ പരിപാടികളും ശ്രീനാരായണ സന്ദേശ പ്രചരണത്തിന് വേണ്ടി നിർവഹിച്ച് നിങ്ങൾ ആചരിച്ചും അനുഷ്ഠിച്ചും പ്രചരിച്ചും നിങ്ങളുടെ ജീവിതം ഐശ്വര്യ സമർത്ഥമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഈ 91ാമത് തീർത്ഥാടന വേളയിൽ നവവത്സര ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധിയും ദാരിദ്ര്യ ദുഃഖ ദുരിത രോഗ നിവൃത്തിയും സന്തോഷഭരിതമായ കുടുംബജീവിതവും സാമൂഹിക ജീവിതവും സമൃദ്ധമാകണമേ എന്ന് പ്രാർത്ഥിച്ച് മംഗളങ്ങൾ അർപ്പിക്കുന്നു. ബീക്കൺ ന്യൂസ് വർക്കല.